ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പറക്കോട് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രം അകലെയായി 5 സെൻറ്റ് സ്ഥലവും 5 ബെഡ്റൂമുള്ള 2300 സ്ക്വയർ ഫീറ്റുള്ള 95 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ കിടക്കാം. നമുക്കിവിടെ ഗേറ്റ് വരുന്നത് 2 ഗേറ്റുകളാണ് വരുന്നത്. ഒന്ന് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ്. പിന്നെ മറ്റു ഗേറ്റ് ഒരു ചെറിയ ഗേറ്റ് കൂടി നമുക്ക് ഇവിടെ ഫ്രണ്ടിലായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് വരുന്നത്. കൂടാതെ നമുക്ക് 3-4 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർഷനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കവേർഡ് അല്ലാത്ത കാർ പോർച്ചാണ് ഇവിടെ വരുന്നത്. അത് 3-4 വാഹനം ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോണുകളും ആർട്ടിഫിഷ്യൽ ഗ്ലാസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് വടക്ക് കിഴക്കിലേക്ക് മാറിയിട്ട് നമുക്ക് ഒരു കിണർ സംവിധാനവും ഈ വീടിന് നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്കൊരു കവേർഡായിട്ടുള്ള ഒരു സെപ്പറേഷനായിട്ടുള്ള ഒരു കാർ പോർച്ചോട് കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ സിറ്റ് ഔട്ടിന് നമുക്ക് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. അത് നല്ല ഡബിൾ ഇതൊക്കെ ആയിട്ട് നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്ക് മെയിൻ ഡോറായിട്ട് വരുന്നത് ഡബിൾ പാലിൽ തീർത്ത ഡോറാണ് വരുന്നത്. അത് നല്ല തേക്ക് മരത്തിലാണ് ഇവിടെ ഡബിൾ ഡോറ് നൽകിയിരിക്കുന്നത്. ഇത് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ് നല്ല വിശാലം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ TV യൂണിറ്റുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ TV യൂണിറ്റിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് മുകളിൽ നല്ല ഫാൽസിയിലും വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് 8-10 പേർക്ക് ഈസി ആയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളൊക്കെ ഡൈനിങ് സ്പേസിലും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ നമുക്ക് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ അടി നമുക്കിവിടെ കബോർഡ് കൊണ്ട് കവേർഡ് ചെയ്തേക്കാണ്. ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സ്പേസ് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. കിച്ചൺ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് വരുന്നത്. കൂടാതെ നമുക്ക് അടിയിലും മുകളിലും 3 ലെയറായിട്ട് നല്ല രീതിയിലുള്ള ഫുള്ളായിട്ടുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും കിച്ചണിലും നമുക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ നമുക്ക് ഫുൾ ലെങ്ത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ വർക്ക് ഏരിയയുടെ സ്ക്വയർ ഫീറ്റ് കൂടാതെയാണ് നമുക്ക് 2300 സ്ക്വയർ ഫീറ്റ് ഈ വീട് വരുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. എന്നാലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. നമ്മുടെ ടൈലുകളുടെ നല്ല ഡിസൈനൊക്കെ ഉള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ടൈലുകളൊക്കെ കണ്ടറിയാൻ നല്ല ഡിസൈനിലാണ് ടൈലുകളൊക്കെ നൽകിയിരിക്കുന്നത്. ഫിറ്റിങ്സൊക്കെ നല്ല കമ്പനി ഫിറ്റിങ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും നല്ല സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. കൂടാതെ നമുക്ക് മൊത്തം ഈ വീടിന് വരുന്നത് 5 ബെഡ്റൂമാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇത് ഫിറ്റിങ്സൊക്കെ നല്ല കമ്പനി ഫിറ്റിങ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ടൈലുകളൊക്കെ നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റും ടൈലുകളുമാണ്. ബോർഡറൊക്കെ ടൈലുകൾ നൽകിയിരിക്കുന്നു. കൂടാതെ പീസായിട്ട് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. നമുക്കിവിടെ സ്റ്റെപ്പിന് ഡിസൈൻ വരുന്നത് ഹാൻഡിൽ സ്റ്റീലിൻ്റെ
നല്ല സ്റ്റീൽ നല്ല ഡിസൈനിലുള്ള ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ഈ സൈഡിലേക്ക് നല്ല ഒരു വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ഗ്ലാസ് യൂണിറ്റും നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും അപ്പർ ലിവിംഗ് ഏരിയ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് കയറുമ്പോൾ ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ടി വി ഒക്കെ വയ്ക്കാനുള്ള പോർഷനോട് കൂടി ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഓഫീസ് സെറ്റ് ചെയ്യാനോ എല്ലാത്തിനും പറ്റിയ ഒരു രീതിയിലാണ് അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നൽകിയിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കുള്ള. മുകളിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. എന്നാലും നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല ടൈലുകളൊക്കെ നോക്കി അറിയാം, നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഫിറ്റിങ്സൊക്കെ നല്ല ഫിറ്റിങ്സാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു വാഷ് ബേസിനോട് കൂടി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഒരു ബാത്റൂം കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ബാത്റൂം നല്ല സ്പേസ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ബാത്റൂം നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നൽകിയിരിക്കുന്നു. മുകളിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമും നല്ല വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ അറ്റാച്ച്ഡ് ആയിട്ടല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ 5 ബെഡ്റൂമാണ് വരുന്നതെങ്കിലും 4 ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി നല്ല ഭംഗിയാക്കി നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഷീറ്റൊക്കെ കവർ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഇവിടെ മീഡിയം വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ബാൽക്കണി ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു. പറക്കോട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രം അകലെയായി 5 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു വർക്ക് ഏരിയ സംവിധാനം, ഒരു യൂട്ടിലിറ്റി സ്പേസുമുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ നമുക്ക് ഈ ഫ്രണ്ടിൽ നമുക്ക് കാർ പോർഷൻ അടിച്ചുള്ള സ്പേസിൽ നമുക്ക് 4 or 5 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ കൂടി നൽകിയിരിക്കുന്നു. ഈ വീടിന് നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്.